ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ദേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് അങ്ങനെ പോവാമല്ലേ. അതെ, ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ അപ്പൂസിൻ്റെ സ്കൂൾ പോക്കൊക്കെ തുടങ്ങിയതിന് ശേഷം കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഫുഡ് ഉണ്ടാക്കണത് എന്ന് വെച്ചാൽ അവൻ്റെ ടിഫിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റെഡി ആക്കണത് എന്നുള്ളതും അത് കൊടുത്തയക്കണതൊക്കെ കാണിക്കണം എന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ രാവിലെ ആവണ സമയത്തായിരിക്കും പിന്നെ അത് അങ്ങനെ എന്തായി മൊത്തത്തിൽ അങ്ങനെ അങ്ങോട്ട് വീഡിയോ ആയി പോകും കേട്ടോ. അതാണ് സംഭവം. ഏതായാലും ഞാൻ കുറച്ച് ടൈം രാവിലെ എന്താ പറയുക, നമ്മളിപ്പോൾ രാവിലെ അവൻ പോകുന്നത് വരെയുള്ളൊരു ടൈം, അതുവരെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടൊരു വീഡിയോ ചെയ്യണം. പിന്നെ അതുപോലെ വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, വൈകുന്നേരത്തെ വിശേഷങ്ങൾ, അത് മാത്രമായിട്ട് വീഡിയോ ചെയ്യണം. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പരിപാടികളിലെ. സ്കൂളുള്ള ദിവസമൊക്കെ അപ്പോൾ എങ്ങനെയാണ് കേട്ടോ. അതിപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. 5 മണിക്കാണ് ഞാൻ അടുക്കളയിലുള്ള പണികൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, വെളിച്ചം തീരെ ഇല്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മഴയും കൂടെ ആകുമ്പോൾ തീരെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ ഇടയ്ക്ക് നല്ല രീതിയിൽ മഴ പെയ്യും, പിന്നെ പെട്ടെന്ന് മഴ നിൽക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് സൗണ്ട് ഉണ്ടാവില്ല, ഇങ്ങനെ ഇരമ്പി വരുന്നൊരു സൗണ്ട്, പടേന്നുള്ളൊരു സൗണ്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അതേമാതിരി പെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങോട്ട് പെയ്തിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിൽ ഗ്രീൻ പീസ് കുറച്ചാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കറണ്ട് പോക്കുണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് കറണ്ട് പോക്കുണ്ട്. രാവിലെയും ചിലപ്പോൾ പോകും, രാത്രിയും ചിലപ്പോൾ പോകും. കറണ്ട് മഴ എന്നുള്ളതിൻ്റെ മാന്ന് കേൾക്കുമ്പോഴേക്ക് കറണ്ട് പോകുന്ന ഒരു ഏരിയയാണ് കേട്ടോ അവിടെ. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ഈ സ്കൂളുള്ള ടൈമൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ കറണ്ട് പോകുമ്പോൾ ഓണാവണ ബൾബ് ഉണ്ടല്ലോ, ആ ബൾബ് ഒക്കെ വെച്ചു കേട്ടോ. 2 എണ്ണം. അത് ഞാൻ ഇങ്ങനെ സ്കൂൾ തുറന്നതിന് ശേഷം കുടുങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ 2 എണ്ണം വെച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, കറണ്ട് പോയിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ ലൈറ്റ് ഓൺ ആവും കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അതിൽ ചാർജ് ഫുള്ളായാലും ഓണാവുന്നില്ല. ഇത് നമ്മൾ എന്താണെന്ന് വിചാരിക്കും, ഇതൊക്കെ നമുക്ക് സമയം വേണമല്ലോ. ഇതിപ്പോൾ മാറ്റി കൊണ്ടുവരാനായാലും എന്തിനായാലും ഇതിനൊരു ടൈം വേണമല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ ഗതികിടലുണ്ടല്ലോ. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് മാറ്റി കൊണ്ടുവന്നാൽ പോരേന്ന് ചിന്തിക്കും. മാറ്റി കൊണ്ടുവന്നിട്ട് വേണ്ടേ, അങ്ങനെ ആദ്യം ചിന്തിക്കണം. മാറ്റി കൊണ്ടുവന്നിട്ട് വേണമല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏതായാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകും കേട്ടോ. നമുക്ക് കുറച്ച് ടൈമല്ലേ ഉണ്ടാവുള്ളൂ അവരുടെ കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ടൈമിൽ അവർക്ക് മൂടും കൂടെ വേണം. വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ കുട്ടികളാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവരിരിക്കണം എന്നില്ല. അതുപോലെ അവരുടെ ഉറക്കവും കാര്യങ്ങളും ഭക്ഷണം കഴിക്കലും ഒക്കെ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കൂ കേട്ടോ. എല്ലായിടത്തും നടക്കുന്നതാണ്, ഇവിടെ നടക്കുന്നതാണ് കേട്ടോ. പക്ഷെ പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ, മനുവിൻ്റെ പോലെയല്ല അപ്പൂസ് കേട്ടോ. മനു വായിക്കുന്ന കാര്യത്തിലായാലും ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൂസ് പക്ഷേ നേരെ തിരിച്ചെന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വിട്ടുപോകും പറയാനല്ലേ. ഞാനത് ആദ്യം തന്നെ ഗ്രീൻ പീസ് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതങ്ങോട്ട് ഒരു കുക്കറിൽ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അപ്പൂസിന് രാവിലെ കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിക്കുള്ളതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്, പൊടിയരിയുടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴും കുറേ ദൂരം ബസ്സിൽ പോകുന്ന സമയത്ത് എത്ര കിലോമീറ്ററാണ്, ഒരു 10-12 കിലോമീറ്ററൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവന് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അത് ഇങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മരുന്ന് കൊടുക്കാനൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സീറ്റിംഗ് ആവണത് വരെ ആൾക്ക് രാവിലെ കഞ്ഞി കൊടുക്കും. രാവിലെ കഞ്ഞി കൊടുത്തിട്ട് മരുന്നും കാര്യങ്ങളും കഴിക്കും, കഞ്ഞി കൊടുക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കണത് എന്താണോ അതവൻ കഴിക്കണത് സ്കൂളിലെത്തിയിട്ട് 10 മണിക്കാണ് അവരുടെ ടൈം. ആ ഒരു ടൈമിൽ ഞാൻ അതാണ് അവന് കൊടുത്തയക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ളത് 12 മണിക്കാണ് അവർക്ക്. അപ്പോൾ അത് കൊടുത്തയക്കും. അതാണ് അവൻ്റെ ഭക്ഷണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കഞ്ഞി വെച്ചതിന് ശേഷം ഞാൻ അപ്പോഴേക്ക് അടുത്തത് റെഡിയാക്കി വെക്കും കേട്ടോ. ഇന്ന് അട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഭാഗത്ത് ചായ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അട കുഴച്ചെടുക്കാനുള്ള വെള്ളം കൂടെ സെറ്റാക്കാം, അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം കൂടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ശർക്കരയൊക്കെ എടുത്ത് വെച്ചു, പൊടിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ചു. ഇനി ഇതേ നമുക്ക് അപ്പോഴേക്ക് ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കാനുണ്ട്. ഈ അട അപ്പൂസ് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഡ്ഡലിയും ദോശ, വെള്ളപ്പം, പിന്നെന്താണ് ദോശ പല പല ഐറ്റംസ് ഉണ്ടല്ലോ അത്, പിന്നെ അതുപോലെ ചപ്പാത്തി, ഇതൊന്നും അപ്പൂസ് കഴിക്കില്ല കേട്ടോ. പൊതുവേ അവൻ കഴിക്കാൻ മടിയുള്ള ആളാണ്. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് കഴിക്കുകയൊക്കെയാണ്, അല്ലെങ്കിൽ നേരത്തിനും കാലത്തിനും കഴിച്ച് കിട്ടില്ല ആണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്കൂളുള്ള ദിവസം ഈ ദോശ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു, ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുട്ട്, നൂൽപുട്ട്, അട, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പൂസിന് ഇഷ്ടം. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അവന് എന്താ വെച്ചാൽ കഴിക്കണില്ല. ഞാൻ എങ്ങനെയെങ്കിലും സ്കൂളില്ലാത്ത ദിവസമൊക്കെ നമ്മൾ ഇത്രയും കാലം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നിർബന്ധിച്ചിട്ട് എങ്ങനെ ഒരു ഇഡ്ഡലിയൊക്കെ സമയം 10 മണിയൊക്കെ ആകും, 9 മണിയൊക്കെ ആകും, കറക്റ്റ് ടൈമൊന്നും ഇല്ലല്ലോ, ആ ഒരു ടൈമിലേ അവൻ കഴിക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ഇഡ്ഡലിയൊക്കെ എങ്ങനെയെങ്കിലും കഴിച്ചാലായി കേട്ടോ. അതുപോലെ തന്നെ ദോശയാണെങ്കിലും കുറച്ചെന്തെങ്കിലും കഴിച്ചാലായി. പക്ഷെ നമ്മൾ അതുകൊണ്ട് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റില്ല. അവർ ആ നേരത്തിന് ഇത് കഴിച്ച് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇഷ്ടമില്ലാത്തതാവുമ്പോൾ പ്രത്യേകിച്ചും. ഇഷ്ടമുള്ളതാവുമ്പോൾ പിന്നെ മടി ഉണ്ടെങ്കിലും കുറച്ചൊക്കെ കഴിക്കണതാണെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് കഴിക്കണേരെ കൂട്ടത്തിൽ അവരും കഴിച്ചോളുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. അതാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അവ അതേപോലെ തന്നെ ഉണ്ട്, വന്നാലും അടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അട വേണമെന്നൊക്കെ പറയൂ കേട്ടോ. ചില സമയത്ത് ഓരോരോ രീതിയല്ലേ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ഇങ്ങോട്ട് ഏറെ ഉണ്ടാക്കി വയ്ക്കും. അവന് എപ്പോഴാണ് വേണമെന്ന് തോന്നുക പറയാൻ പറ്റില്ല. പിന്നെ ഉറങ്ങണതൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് വൈകി അല്ലെങ്കിൽ അവർക്ക് അത് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണത് ഉണ്ടാക്കുക. ആ ഉണ്ടാക്കുന്ന സമയം ഇവർ ചിലപ്പോൾ ഉറങ്ങിപ്പോയാൽ പിന്നെ അതും പണിയായി, പിന്നെ എണീപ്പിക്കാനായിട്ട് കഴിയൂല, അങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യില്ല, ഓരോ കുട്ടികളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് അവർ പറയുന്ന സാധനം മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുക്കൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ എന്താണോ ഉണ്ടാക്കണത് അത് ഞാൻ കഴിപ്പിക്കും. പിന്നെ സ്കൂളിലേക്ക് കൊടുത്തേക്കുമ്പോൾ അങ്ങനെ വാശിയെടുക്കാൻ വയ്യല്ലോ, അവരാ നേരത്തിന് കഴിക്കും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണം എന്ന് പറയണത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ ശീലമാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും കുഞ്ഞു മക്കളല്ലേ, അവർക്ക് വേണ്ടത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തൂടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം. അങ്ങനെയായിട്ടൊന്നുമില്ല. അവൻ കഴിക്കും, ഇല്ലെങ്കിൽ കഴിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ പോരല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുള്ളത് കേട്ടോ. അതിപ്പോൾ അവർ കഴിക്കണ്ട എന്നുള്ള വിചാരമൊന്നും അല്ലല്ലോ, അവരെല്ലതും കഴിക്കണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയല്ലേ ചെയ്യണേ, ഇതാണ് കേട്ടോ. അപ്പോൾ അതേ ആയപ്പോഴേക്ക് ഞാനിത് 7:30 ആയപ്പോഴേക്ക് ഒന്ന് ഇങ്ങോട്ട് എന്താ പറയുക കൊണ്ടുപോകാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ ആക്കി കൊടുക്കണം, ഏട്ടനില്ല കേട്ടോ, ഏട്ടനല്ല ഹസ്ബൻഡ് ഇല്ല കേട്ടോ. അപ്പോഴേക്കും ഞാനിതേ അവനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ബനിയനൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. ബനിയനും ട്രൗസറൊക്കെ ഇട്ട് നിൽക്കാൻ, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവന് ഷർട്ടും കൂടി ഇടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇവിടെ ഫുഡൊക്കെ എടുത്തിട്ട് അതൊന്ന് ചൂടാറിയിട്ട് വേണമല്ലോ, പോകുന്നത് വരെ ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അവൻ്റെ ചായ എടുത്ത് കുടിച്ചത് അവന് പറ്റിയില്ല, അതാണ് സംഭവം കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞത് 8 മണിയായി. ഞാനും അപ്പൂസും മനുവും കൂടെ അപ്പൂസിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ അപ്പൂസിനെ എടുക്കും, അതുപോലെ മനു എന്ത് ചെയ്യും, ബാഗും ഗിഫ്റ്റും എടുക്കും കേട്ടോ മനു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. അവനെ കൊണ്ടാക്കി വന്നു 8 മണിക്ക്, 8:10 ആകുമ്പോഴാണ് അവൻ്റെ ബസ് വരുന്നത്. അവനെ ആക്കി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അവന് സ്കൂളിലേക്ക് പോണത് ടെൻഷൻ പിടിച്ചൊരു പരിപാടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവൻ അംഗനവാടിയിൽ പോയിട്ടില്ലല്ലോ, അംഗനവാടിയിൽ പോയിട്ടില്ല എന്നല്ല, 2 ദിവസം പോവും പിന്നെ 2 ആഴ്ച പോവില്ല, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നല്ലോ. എനിക്ക് സ്ഥിരം പറയാനുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അംഗനവാടിയെ കുറിച്ച് എല്ലാവർക്കും അതൊരു തമാശയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവാറൊന്നുമില്ലല്ലോ, അംഗനവാടിക്ക് പോണ കാര്യം പറഞ്ഞാൽ തന്നെ അവന് പോവണ്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് വിടുക, എന്താകും എന്നൊക്കെ വിചാരിച്ച് ആകെ പ്രശ്നമായി എന്ന് വിചാരിച്ചിരുന്നേ. പിന്നെ വൈകുന്നേരം വരുന്നതും അതും ഒരു ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ, എന്താകുമെന്നുള്ള. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവൻ പോയി. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതേ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അതേ വന്നു, നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ പാല് കൊണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ പാലൊക്കെ ഒന്ന് കാച്ചിയെടുക്കണം. അങ്ങനെ വരുന്ന ടൈമിൽ കൊണ്ടുവരുമല്ലോ, അപ്പൂസിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ കൊണ്ടുവന്നു. പാല് കാച്ചി വെച്ചു, അതുപോലെ തന്നെ ചായ വെച്ചു. പിന്നെ നമ്മൾ
കുറച്ച് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് 2-3 സവാളയും അതുപോലെ 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ഞാൻ ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സമയത്തുള്ള ക്യാമറാമാൻ മനുവാണ് കേട്ടോ. അപ്പോൾ അവൻ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡിയായി. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ പോകും എന്ന് പറഞ്ഞ് കറണ്ട് നിൽക്കുന്നുണ്ട്. 1, 2, 3 പ്രാവശ്യമൊക്കെ പോയി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിലും കൂടെ മറ്റേ ഒരു ബൾബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലും പിന്നെ ഒന്ന് ഹാളിലുമാണ് ഇട്ടിട്ടുള്ളത്. കറണ്ട് പോയാൽ അടുക്കളയിലും ഹാളിലും എപ്പോഴും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് പാലൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചു. പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൊടുത്ത് അപ്പോഴേക്കും അവനെ ഏട്ടൻ ഉള്ളതുകൊണ്ട് ഒരു വേഗം കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം കുളിച്ചിങ്ങോട്ട് വരുമ്പോഴേക്ക് കുറച്ച് ചായ റെഡിയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം വേഗം കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 വിസിൽ ഞാൻ ചിക്കൻ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കും. മഞ്ഞൾപ്പൊടി, ഉപ്പും, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ എടുത്തിട്ടാണ് ഒന്ന് 2-3 വിസിലും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ വയ്ക്കാം. പിന്നെ അതിന് ശേഷമാണ് ഞാൻ അതവിടെ വെച്ചതിന് ശേഷം നമ്മൾ വേഗം എന്ത് ചെയ്യും, ഉള്ളിയും ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് അതൊക്കെ ഒന്ന് വാട്ടി സെറ്റായി അതിങ്ങനെ എന്താ പറയുക നന്നായിട്ട് വെന്ത് വരുമല്ലോ. ആ ഒരു ടൈം ആകുമ്പോൾ പിന്നെ ഞാൻ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഇതിലിട്ടിട്ട് വറ്റിച്ചെടുക്കുക ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അല്ലാതെ ഞാൻ കുക്കറിൽ വെക്കാണ്ടിരിക്കാറില്ല കേട്ടോ. കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ട് ഞാൻ ചിക്കൻ എടുക്കാറുള്ളൂ. പിന്നെ അപ്പോഴേക്കും നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചിക്കനും കപ്പയും ഇതിൻ്റെ ഒപ്പം അങ്ങനെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. എന്നാലും കപ്പ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തു കേട്ടോ. അപ്പോൾ അതിൽ 3/4 കപ്പ നമുക്ക് കേടൊന്നു പോയി. എന്ന് വെച്ചാൽ ഒരു നീല കളർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നില്ലേ, ആ നീല കളർ വന്നാൽ തന്നെ കപ്പ കഴിക്കുമല്ലോ. അപ്പോൾ നല്ല കയ്പ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തതിൽ 3/4 നമ്മൾ കളയാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏതായാലും അതും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നത്തെ വിശേഷം എന്ന് പറയാം, അപ്പൂസിൻ്റെ ബുക്കൊക്കെ ഒന്ന് പൊതിയാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചു. മനുവിൻ്റെതൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പിന്നത്തെ പരിപാടികൾ കേട്ടോ. അപ്പോൾ കറണ്ട് പോകും വരും. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങോട്ട് കയറിയിരുന്നു. ഇനിയിപ്പോൾ കറണ്ട് വരുമ്പോൾ അങ്ങോട്ട് ചെയ്യാം, പോകുമ്പോൾ അവിടെ നിർത്തും. വരുമ്പോൾ അങ്ങോട്ട് ചെയ്യും, പോകുമ്പോൾ അങ്ങോട്ട് നിർത്തും. അങ്ങനെ അങ്ങോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറയാം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ എത്ര നേരം എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. എന്താണെന്നറിയില്ല, കമൻറ്റൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുപോലെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.